ചില പോളൻ ഗ്രെയിൻസ്, വല്ല പാഡി ഫീൽഡോ അല്ല അക്കേഷ്യയുടെ പൂവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലെയാണ് ഇൻട്രൻസിക് ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത. ചില ഭക്ഷണ കാര്യങ്ങൾ, കാഷ്യൂനട്ട്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓറഞ്ച്, മൊസംബി, നാരങ്ങ, ഗ്രേപ്സ്, ഇതെല്ലാം പ്രത്യേകിച്ചും രാത്രിയിലൊക്കെ കഴിക്കണം. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഏത് കഴിച്ചാലും വലിയ കുഴപ്പമില്ലാത്തത് മോര് കറിയോ അതല്ലെങ്കിൽ മോരോ, പുളിക്കാത്ത മോരോ അതല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാ മിൽക്ക് പ്രോഡക്ട്സും, മുട്ട ചേർന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, അച്ചാർ, ബേക്കറി ഐറ്റംസ് ഇവയെല്ലാം തന്നെ അലർജിയെ ഉണ്ടാക്കുന്നതാണ്. ചില മീനുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കറി വെച്ചാണ് മീനുകൾ ഉപയോഗിക്കുവാണ് ഏറ്റവും നല്ലത് വറുത്ത മീനിനേക്കാൾ. വറുത്ത മീനുകളെല്ലാം ഇതുപോലെയുള്ള അലർജി ഉള്ള ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പ് അലർജി ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പ് കൊണ്ടുള്ള ഏത് ഉൽപ്പന്നങ്ങൾ കഴിച്ചാലും അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. ഈ മീനുകളിൽ അയല, ചൂര, കൊഞ്ച്, ഞണ്ട്, ചിപ്പി, കണവ ഇതെല്ലാം ഈ അലർജി ഉണ്ടാക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവയൊന്നും ഉപയോഗിക്കരുത് എന്നൊരർത്ഥമില്ല. മറിച്ച് ഇത് എല്ലാം തന്നെ എല്ലാവരിലും അലർജി ഉണ്ടാക്കുന്നതല്ല. ചില സാധനങ്ങൾ ചില ആൾക്കാരിൽ അലർജി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ നിർദ്ദേശം വെക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അലർജിയുള്ള ആൾക്കാർ ഇതിലേതെങ്കിലും സാധനങ്ങൾ ഒഴിവാക്കുമ്പോൾ, ഒരു 4 മാസമെങ്കിലും ഒഴിവാക്കുമ്പോൾ അലർജി കുറയുന്നുണ്ടോ, വീണ്ടും ഉണ്ടാകാതെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ 4 മാസത്തേക്ക് എല്ലാം അങ്ങ് ഒഴിവാക്കുക, ഈ ലിസ്റ്റിൽപ്പെട്ട എല്ലാം ഒഴിവാക്കുക. എന്നിട്ട് ഇപ്പോൾ കാഷ്യൂനട്ടൊക്കെ 2 കഴിച്ചാലും ചിലപ്പോൾ അലർജി വരുന്ന ആൾക്കാരുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അതിന് ആ അളവുകൾ കൂടി ക്രമീകരിക്കുവാൻ. ഈ 4 മാസം കൊണ്ട് ഇവയെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ചില സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇത് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ മരുന്ന് ഉപയോഗിച്ച് മാത്രമായിട്ട് ഇത് കുറയ്ക്കുവാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അലർജി രോഗങ്ങൾ കൂടുതൽ വിഷമങ്ങളെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സ്കിന്നിന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന മറ്റു പല വിധത്തിലും, നമ്മുടെ ഡാൻഡ്രഫൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് ബ്ലിഫറൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിലൊക്കെ സ്കെയിൽസിനൊക്കെ, നമ്മുടെ ഐലാഷസിലൊക്കെ ഉണ്ടാക്കുന്ന സ്കെയിൽസ്, അതുപോലെ താടി രോമം, മീശരോമം ഒക്കെ ബാധിക്കുന്ന മുടി കൊഴിച്ചിലിനെ ഉണ്ടാക്കുന്ന, ഇതുപോലെ പല അവസ്ഥകളിലേക്ക് ഇത് മാറാറുണ്ട്. ഇത് ഓരോ കോംപ്ലിക്കേഷൻസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലർജി രോഗങ്ങളെ പരമാവധി തടസ്സപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ പ്രൊഫൈലാറ്റിക് ഷോക്ക് പോലും ഈ അലർജി കാരണം ഉണ്ടാകാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടിയ അളവിൽ ഒരുപക്ഷെ നമ്മളിത് അലർജിയെ നമുക്കുണ്ടാക്കുന്നതാണെന്ന് തിരിച്ചറിയാതെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മരണത്തിന് കാരണമാകുന്ന ഒന്നുകൂടിയാണ് അലർജി എന്നുള്ളത് കൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി അലർജി രോഗങ്ങളെ കാണണം. ആയുർവേദ ചികിത്സ കുറേ ഏറെ ഇതിന് ഫലപ്രദമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം.